ഇന്ത്യ ചൈന അതിർത്തി തർക്ക പരിഹാരത്തിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബീജിംഗിലെത്തി. 25ാമത് പ്രത്യേക പ്രതിനിധിതല ചർച്ചയിൽ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യിയുമായും വൈസ് പ്രസിഡന്റ് ഫാൻ ഷെങ്ങുമായും കൂടിക്കാഴ്ച നടത്തും. അരുണാചൽ പ്രദേശിലെ സുബൻസിരി മേഖലയിലെ അതിർത്തി പ്രശ്നങ്ങളും ഗാൽവൻ സംഘർഷത്തിന് ശേഷമുള്ള സൈനിക പിന്മാറ്റവുമാണ് പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്താനിരിക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ഈ നയതന്ത്ര നീക്കം. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. ആദിൽ, ഗുഡ് മോർണിംഗ്. എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ കൂടിക്കാഴ്ച? നിർണായകമൊരു കൂടിക്കാഴ്ചയാണ് ചൈനയിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ വിവിധ പ്രധാനപ്പെട്ട നേതാക്കളുമായി നടത്തുന്നത്. രണ്ട് പ്രധാന കൂടിക്കാഴ്ചകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ചൈന അതിർത്തിയിലെ കാര്യങ്ങൾ തീരുമാനിക്കാനായി പ്രത്യേക പ്രതിനിധിയുമായുള്ള കൂടിക്കാഴ്ച, വിദേശകാര്യ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. വാങ് യിയുമായുള്ള കൂടിക്കാഴ്ചയാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനം. വിദേശകാര്യ മന്ത്രിയാണ്. ഗാൽവാൻ പോലൊരു 2020-ലുണ്ടായതുപോലൊരു സംഘർഷം ഇനി ഉണ്ടാകാതിരിക്കാൻ ചെയ്യേണ്ട മുൻകരുതലുകളാവും പ്രധാനമായും ചർച്ചയ്ക്ക് വരിക എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അതിർത്തി മേഖലകളിൽ സമാധാനം നിലനിർത്തുക, അതിർത്തി പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്നതാണ് ആദ്യ അജണ്ടയിൽ ഉള്ളത്. ദീർഘകാല പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് നേരത്തെ തന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ ധാരണയുണ്ടായിരുന്നു. താൽക്കാലിക പ്രശ്നപരിഹാരമല്ല, ഇനി ദീർഘകാല അടിസ്ഥാനത്തിൽ ഭാവിയിൽ തന്നെ ഗാൽവാൻ പോലൊരു സംഘർഷം ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇന്ത്യയുടെയും താല്പര്യം. അതിർത്തി പ്രശ്നങ്ങൾക്ക് പുറമെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള മറ്റ് ഉഭയകക്ഷി പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ചർച്ചയിൽ വരും എന്നാണ് കരുതുന്നത്. ചൈനയുടെ വൈസ് പ്രസിഡന്റ് ഹാങ് ഷെങ്ങുമായും ചർച്ച നടത്തും അജിത് ഡോവൽ എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചർച്ചകൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സെപ്റ്റംബറിൽ ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ ഇന്ത്യ ചൈന ഉന്നതതല ബന്ധം മെച്ചപ്പെടുത്തണം എന്ന ആഗ്രഹം ഇന്ത്യക്കുണ്ട്. ചൈനീസ് പ്രധാനമന്ത്രി ഷീ ജിൻപിങ് ഉച്ചകോടിയിൽ പങ്കെടുക്കുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുക, അതിനുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് റെഡിയാക്കുകയാണ് അജിത് ഡോവലിന്റെ ചൈന സന്ദർശനത്തിലെ മറ്റൊരു പ്രധാന അജണ്ടയായി കാണുന്നത്. ഏതായാലും ഗാൽവാൻ പോലൊരു സംഘർഷം അതിർത്തിയിൽ ഇനി ഉണ്ടാകരുത് എന്നത് പ്രധാനം. അതിനുവേണ്ടിയുള്ള ദീർഘകാല പദ്ധതികൾ തയ്യാറാക്കുകയും ബ്രിക്സ് ഉച്ചകോടിക്ക് ഷീ ജിൻപിങ് വരുമ്പോഴുണ്ടാകുന്ന സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തുകയുമാണ് ഈ സന്ദർശനങ്ങളുടെ പ്രധാന ലക്ഷ്യം. ശരിയാണ്.